കൊന്നിയിലെ കൊച്ചയ്യപ്പൻ. തിരുവിതാംകൂറിലെ ഏറ്റവും പ്രസിദ്ധനായ താപ്പാന. ആനയായിട്ടും മനുഷ്യനുപോലെ സ്നേഹവും വിശ്വാസവുമുള്ള ഒരു അപൂർവ ജീവി. റാന്നിയിലെ ഒരു വലിയ തറവാട്ടിൽ വളർന്ന ഈ ആനയെ അച്ചൻകോവിൽ ശാസ്താവിന് വഴിപാടായി നടക്കിരുത്തിയപ്പോൾ അവന് കൊച്ചയ്യപ്പൻ എന്ന പേര് കിട്ടി. കുട്ടി ആനയായിരുന്ന അവൻ മനുഷ്യക്കുട്ടികളെപ്പോലെ വീട്ടുമുറ്റത്ത് കളിച്ചും സ്ത്രീകളോടും കുട്ടികളോടും സ്നേഹത്തോടെ വളർന്നു. തന്റെ രക്ഷകനായ കർത്താവ് മരിച്ചപ്പോൾ കൊച്ചയ്യപ്പൻ 3 ദിവസം ഭക്ഷണവും വെള്ളവും തൊടാതെ കരഞ്ഞു. പിന്നീട് അവനെ വീട്ടിൽ നിന്ന് മാറ്റി ചങ്ങലയും പണിയും ഏർപ്പെടുത്താൻ തീരുമാനിച്ചപ്പോൾ അവൻ കണ്ണീരോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് കാട്ടിലേക്ക് നടന്നു. അച്ചൻകോവിൽ ക്ഷേത്രത്തിലെത്തിയ കൊച്ചയ്യപ്പൻ അവിടെ നിന്ന് പിന്നെ കൊന്നിയിലേക്ക് കൊണ്ടുപോയി. അവിടെ അവൻ താപ്പാനയായി. കുഴിയിൽ വീഴുന്ന കാട്ടാനകളെ രക്ഷിച്ച് കൂട്ടിലാക്കുന്നതിൽ അവനേക്കാൾ ബുദ്ധിയും ധൈര്യവുമുള്ള മറ്റൊരാനയില്ലായിരുന്നു. പത്മനാഭൻ എന്ന മറ്റൊരു താപ്പാനയുമായി അവൻ അത്ഭുത ജോഡിയായി. പത്മനാഭൻ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ കൊച്ചയ്യപ്പൻ 7 ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ കരഞ്ഞു. അവന്റെ ഏക വിശ്വാസി തിരുമൂലംപിള്ളി. അവന്റെ വാക്ക് കേൾക്കാൻ ശിക്ഷ വേണ്ടതേയില്ല. വെടിക്കെട്ട് പേടിച്ചോടിയ ആനയെപ്പോലും കൊച്ചയ്യപ്പൻ ജനക്കൂട്ടത്തിൽ നിന്ന് രക്ഷിച്ചു. 700-ലധികം കാട്ടാനകളെ അവൻ ജീവനോടെ രക്ഷിച്ചു. ഒരിക്കലും അനാവശ്യമായി ആരെയും ഉപദ്രവിച്ചില്ല. വയസ്സായപ്പോൾ അവൻ സ്വയം ഒരു ഹർജി പോലെ മഹാരാജാവിന് സമർപ്പിച്ചു. ഇനി എനിക്ക് വിശ്രമം വേണം. മഹാരാജാവ് അവനെ പെൻഷനോടെ വിരമിപ്പിച്ചു. ആറന്മുളയിൽ അവൻ ശാന്തമായി ജീവിച്ചു. 103-ാം വയസ്സിൽ കൊച്ചയ്യപ്പൻ അനായാസമായി ലോകത്തോട് വിട പറഞ്ഞു. അവനൊരു ആന മാത്രമല്ല, വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു ഇതിഹാസം തന്നെയാണ്.